കേരളത്തിലെ രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടിനെ അപ്പാടെ തന്നെ തുറന്നു കാട്ടുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ്. ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതിക്കെതിരെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ആ ഒരു നിലപാട് അദ്ദേഹം ഇവിടെ തുറന്നു വ്യക്തമാക്കുകയാണ്. മനോരമ സ്വീകരിക്കുന്ന അജണ്ട ഏറെ അപകടകരമാണ്. കോൺഗ്രസിന്റെ താൽപര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ നിരന്തരം ഈ വിഷയത്തിൽ അവർ നൽകുന്നത്. മനോരമയുടെ ടാർഗറ്റ് എന്തെന്നാൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന 92,000 കോടി രൂപയുടെ വമ്പൻ അടിസ്ഥാന വികസന പദ്ധതി ഇല്ലാതാക്കണമെന്നതാണ്. ആ പദ്ധതിക്കെതിരെ നിരന്തരം വാർത്തകളാണ് മനോരമ നൽകുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെയും ആവശ്യമെന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൊണ്ട് പറഞ്ഞ് ഇവിടെ ജിതിൻ ജേക്കബ് ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. 2024 മുതൽ തന്നെ മനോരമ ഈ പദ്ധതിക്കെതിരെ നിരന്തരം വാർത്തകൾ കൊടുത്തിരുന്നതായും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. ഈ പദ്ധതി ഒരിക്കലും നടപ്പാക്കാൻ പാടില്ല എന്ന വാശി ഇവിടെ രാഹുൽ ഗാന്ധിക്കാണോ മനോരമയ്ക്കാണോ എന്ന് ചോദിച്ചാൽ അതിലൊരു ഉത്തരം പറയാൻ പ്രയാസകരമാണ് എന്നും അദ്ദേഹം പങ്കുവെച്ച് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ്: ഇന്ത്യ വിരുദ്ധതയുടെയും തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകുന്നതിന്റെയും കാര്യത്തിൽ മീഡിയ വൺ എന്ന ചാനലിന് വെള്ളി മെഡൽ മാത്രമേ കിട്ടൂ. സ്വർണ്ണ മെഡൽ മനോരമയ്ക്കായിരിക്കും എന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ISRO ചാരക്കേസ് മുതൽ നമുക്കിത് കാണാൻ കഴിയും. മനോരമ എന്ന മഞ്ഞ മാധ്യമമായിരുന്നു നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ മുന്നിൽ നിന്ന് വേട്ടയാടിയത്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് ഇക്കിളി കഥകളും വ്യാജ വാർത്തകളും അവിടെ പടച്ചുവിട്ടു. അവസാനം അവർ കുറ്റക്കാരല്ല എന്ന് നീതിപീഠം വിധി എഴുതുകയും അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സ്റ്റേറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും രാജ്യം ബഹിരാകാശ മേഖലയിൽ പതിറ്റാണ്ടുകൾ പുറകോട്ട് പോയി. അതായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആവശ്യം. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദി സംഘടനകളൊക്കെ തന്നെ പോരാളികൾ എന്ന് വിളിക്കുന്ന മനോരമ എന്ന മാധ്യമം ഇപ്പോഴും തുടരുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധത തന്നെയാണ്. ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനും ഇന്ത്യൻ ജുഡീഷ്യറിയെ അപമാനിക്കാനും വിദേശത്ത് നിന്ന് ഒരു കൂട്ടർ ആഹ്വാനം ചെയ്തത് മുതൽ മനോരമ ആർക്കൊപ്പം നിലയുറപ്പിച്ചു എന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മനോരമയുടെ ടാർഗറ്റ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന 92,000 കോടി രൂപയുടെ വമ്പൻ അടിസ്ഥാന പദ്ധതി ഇല്ലാതാക്കണം എന്നതാണ്. ആ പദ്ധതിക്കെതിരെ നിരന്തരം വാർത്തകളാണ് മനോരമ നൽകുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെയും ആവശ്യമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാഹുൽ ഗാന്ധി ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം വേണ്ടെന്ന് വെച്ച് പാറ്റ സമരം പോലും അവഗണിച്ചുകൊണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പദ്ധതി പ്രദേശത്ത് തുടർച്ചയായി തന്നെ പോയി പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ അവിടുത്തെ ഗോത്ര ജനതയെ ഇളക്കിവിടുന്നു. അതിന് വലിയ കവറേജ് നൽകി വിദേശ മാധ്യമങ്ങളും മനോരമയും രംഗത്തുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുവാനും ചൈനയ്ക്കുമേൽ സൈനികമായി തന്നെ ആധിപത്യം സ്ഥാപിക്കുവാനും അതുപോലെ തന്നെ ആ മേഖലയുടെ സമഗ്ര വികസനത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണിത്. ഇന്ത്യയിൽ ഏത് പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചാലും അതിനെതിരെ കോടതിയിൽ പോകുന്ന ആളുകൾ ഇതിനെതിരെയും കോടതിയിൽ പോയി. പക്ഷേ ഇത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇവരുടെ വാദങ്ങളെ തള്ളിക്കളയുകയും 2026 ഫെബ്രുവരി അവസാനം വരെ പാരിസ്ഥിതിക അനുമതി നൽകുകയും ചെയ്തു. ഇതിന് തന്നെ 5 വർഷം വേണ്ടി വന്നു എന്ന് ഓർക്കണം. അതായത് 5 വർഷം അവർക്ക് ഈ പദ്ധതി വൈകിപ്പിക്കാനായി. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളിൽ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം, 450 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ട് ഉൾപ്പെടെയുണ്ട്. ചൈനയുടെ 75 മുതൽ 80% ഊർജ്ജ ആവശ്യങ്ങളും നിറവേറ്റുന്നത് ഈ ഒരു പാതയാണ് എന്നതാണ് ഓർക്കണം. ഈ പദ്ധതി വന്നാൽ പ്രകൃതിക്ക് ദോഷം ചെയ്യും, വനം നശിക്കും എന്നൊക്കെയാണ് കോൺഗ്രസിന്റെയും മനോരമയുടെയും വാദങ്ങൾ. പദ്ധതിക്ക് വേണ്ട പാരിസ്ഥിതിക അനുമതി പ്രകാരം പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ അതിന്റെ കൂടുതൽ മരങ്ങൾ അവിടെ വെച്ചുപിടിപ്പിക്കണം എന്നതടക്കം നിർദ്ദേശങ്ങളുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കുക 166.10 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ്. ആകെ കരഭൂമിയിലെ 18% സ്ഥലത്ത്. പദ്ധതിയുടെ ഡ്രാഫ്റ്റ് പ്രകാരം ഏകദേശം 68 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നത്. ഇത്രയും കാലം പദ്ധതിക്ക് അനുകൂലമായിരുന്ന അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളെ കുത്തിത്തിരിപ്പിട്ടിയും അവിടെ പതിവ് പോലെ തന്നെ ഇളക്കി വിട്ടിരിക്കുകയാണ്. അവിടുത്തെ ഗോത്ര കൗൺസിൽ ഈ നടപടിക്ക് വേണ്ട നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് 2022 നൽകിയതാണ് എന്നത് ഓർക്കണം. 2024 മുതൽ മനോരമ ഈ പദ്ധതിക്കെതിരെ നിരന്തരം വാർത്തകൾ കൊടുത്തിരുന്നു. ഈ പദ്ധതി ഒരിക്കലും നടപ്പാക്കാൻ പാടില്ല എന്ന വാശി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കാണോ മനോരമയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം നൽകാൻ പ്രയാസമാണ്. പദ്ധതി നടപ്പാക്കുന്നത് അദാനി കമ്പനിയാണ് എന്നതുകൊണ്ട് തന്നെ എതിർക്കുന്നത് അത്രയെന്നും പറയുന്നു. പക്ഷേ ആ പ്രചരണം വെറും വ്യാജമാണ്.
ഈ പദ്ധതി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിലാണ് നടപ്പിലാക്കുന്നത്. അദാനി ഗ്രൂപ്പ് മാത്രമല്ല, ഇസർപോർട്സ് ആൻഡ് JSW ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ചെറുതും വലുതുമായ അനേകം കമ്പനികളുണ്ട്. അദാനി കമ്പനി നിങ്ങൾക്ക് ഹറാമാണ് എങ്കിൽ പൊതു ടെൻഡർ വിളിച്ചപ്പോൾ റോബർട്ട് വദ്രയുടെ കമ്പനിക്കോ അല്ലെങ്കിൽ ഊരാളുങ്കലിനോ എക്സാലോജിക്കലിനോ അല്ലെങ്കിൽ ശശി മേസ്ത്രിക്കോ ഒക്കെ ഏറ്റെടുക്കാമായിരുന്നില്ലേ എന്നും ചോദ്യമുണ്ട്. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നത് അദാനി കമ്പനിയല്ല, കോൺഗ്രസ് അല്ലേ അദാനിക്ക് അത് നൽകിയത്? അതിനുശേഷം കമ്മികളും കേരളം ഭരിച്ചു. വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാനുള്ള ടെൻഡർ ഊരാളുങ്കലിനോ ശശി മേസ്ത്രിക്കോ നൽകിയാൽ പോരായിരുന്നോ? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ബംഗളൂരു ടണൽ റോഡ് പ്രൊജക്ട് നടപ്പാക്കുക അദാനി ഗ്രൂപ്പ് ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ പ്രശ്നം അദാനി കമ്പനി ആ പദ്ധതിയിൽ ഉണ്ട് എന്നതിലല്ല. ആ പദ്ധതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനും ചൈനയ്ക്ക് മേൽ സൈനികമായി തന്നെ ആധിപത്യം സ്ഥാപിക്കാനും കഴിയുകയും എന്നതാണ് ഇവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനില്ല എങ്കിലും പാറ്റാക്കൂട്ടത്തിന്റെ അടുത്ത ആവശ്യം ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന് തന്നെയായിരിക്കും. കൂടംകുളം പദ്ധതി, വിഴിഞ്ഞം പദ്ധതി, സ്റ്റാർലൈറ്റ് പദ്ധതി എല്ലാം തന്നെ അവർ തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ രാജ്യം അതെല്ലാം അതിജീവിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന 92,000 കോടി രൂപയുടെ ഈ ഒരു വമ്പൻ അടിസ്ഥാന വികസന പദ്ധതി രാജ്യം നടപ്പാക്കുക തന്നെ ചെയ്യും. നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്. കൊടിയേറ്റം പുള്ളി നടത്തിയിട്ടുണ്ടെങ്കിൽ പൂരം നടത്തിയിരിക്കും. രാഹുൽ ഗാന്ധിക്കും മനോരമയ്ക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കാണിക്കുകയെന്ന് അദ്ദേഹം ഇവിടെ കുറിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2024 മുതൽ 2026 വരെ അദ്ദേഹം എഴുതിയ ഈ ഒരു വിഷയവുമായി അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലിങ്കുകൾ അടക്കം ഇതിൽ പിൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പോസ്റ്റിനോടൊപ്പം തന്നെ അവസാന വരികളിലേക്ക് വരുമ്പോൾ വാൽകഷ്ണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ISRO ചാരക്കേസിൽ മനോരമയുടെ പങ്ക് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മഞ്ഞ മാധ്യമം പണ്ടേ പൂട്ടിക്കെട്ടിയേനെ. അങ്ങനെ സംഭവിക്കാതിരുന്നത് രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പരാജയമാണ് എന്നതാണ് അദ്ദേഹം വാൽകഷ്ണമായി ഈ ഒരു പോസ്റ്റിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.